അമേരിക്കയുടെ ഉപരോധ ഫയലുകളിൽ ഇറാൻ ഒരു തളർന്ന രാജ്യമായിരിക്കാം. എന്നാൽ ടെഹ്റാനിലെ പ്രതിരോധ കേന്ദ്രങ്ങളിൽ കഥ മറ്റൊന്നാണ്. ലോകം ഒരു ഏകധ്രുവ ശക്തിയായി അമേരിക്കയെ കണ്ടുകൊണ്ടിരുന്ന കാലം അവസാനിക്കുകയാണെന്ന് ഇറാൻ അടിവരയിട്ട് പറയുന്നു. കേവലം ഉപരോധങ്ങൾ കൊണ്ടൊരു രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തെ തളച്ചിടാമെന്ന പാശ്ചാത്യ വ്യാമോഹങ്ങൾക്കേറ്റ പ്രഹരമാണ് ഇറാന്റെ പുതിയ നീക്കങ്ങൾ. ഇത് റഷ്യയിലേക്കുള്ള ഒരു സാധാരണ നയതന്ത്ര യാത്രയല്ല, മറിച്ച് അമേരിക്കൻ ശക്തിയുടെ ചരടുവലികൾക്ക് പുറത്ത് ഇറാൻ പടുത്തുയർത്തുന്ന ഒരു സമാന്തര ശക്തി കേന്ദ്രത്തിന്റെ പ്രഖ്യാപനമാണ്. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രഹസ്യാത്മകതയിൽ ഒപ്പുവെച്ച ഈ പ്രതിരോധ കരാർ ഇറാന്റെ സൈനിക തന്ത്രത്തെ അടിസ്ഥാന തലത്തിൽ മാറ്റാൻ പോകുന്ന ഒന്നായി വിലയിരുത്തപ്പെടുന്നു. വർഷങ്ങളായി ഉപരോധങ്ങളിലൂടെ സാങ്കേതിക വളർച്ച തടയാൻ ശ്രമിച്ച സാഹചര്യത്തിലും സ്വന്തം സുരക്ഷാ ശൃംഖല സ്വയം പുനർനിർമ്മിക്കാനുള്ള കഴിവ് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. ഏകദേശം 500 മില്യൺ യൂറോ മൂല്യമുള്ള ഈ കരാർ പ്രകാരം റഷ്യ ഇറാനിലേക്ക് ആയിരക്കണക്കിന് തോളിൽ നിന്ന് നിക്ഷേപിക്കാവുന്ന അത്യാധുനിക വിമാനവിരുദ്ധ സംവിധാനങ്ങൾ നൽകും. വെർബമാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും അതിനൊപ്പം ഉപയോഗിക്കുന്ന 9M336 മിസൈലുകളും ആധുനിക യുദ്ധരംഗത്ത് വലിയ ഗെയിം ചേഞ്ചറായി കണക്കാക്കപ്പെടുന്നവയാണ്. താഴ്ന്ന ഉയരത്തിൽ ആക്രമണം നടത്തുന്ന യുദ്ധവിമാനങ്ങൾ, സ്റ്റിൽത്ത് ഡ്രോണുകൾ, ആക്രമണ ഹെലികോപ്റ്ററുകൾ എന്നിവയെ തടയാനുള്ള ശേഷിയും ഇവയ്ക്കുണ്ട്. ഇതിന്റെ പ്രധാന സവിശേഷത വലിയ റഡാർ സംവിധാനങ്ങൾ ആവശ്യമില്ലാതെ ചെറിയ യൂണിറ്റുകൾക്ക് പോലും വ്യോമ പ്രതിരോധം ഉറപ്പാക്കാൻ കഴിയുമെന്നതാണ്. അതായത് പരമ്പരാഗത വ്യോമാക്രമണ തന്ത്രങ്ങൾ ഇറാനെതിരെ ഇനി അത്ര എളുപ്പമാവില്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ഈ വിതരണങ്ങൾ 3 ഘട്ടങ്ങളിലായി 2027 മുതൽ 2029 വരെ നടപ്പാക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതിലൂടെ ഇറാൻ അടിയന്തര പ്രതികരണത്തിന് പകരം ദീർഘകാല പ്രതിരോധ ഘടന സൃഷ്ടിക്കുകയാണ് എന്നതും വ്യക്തമാണ്. ഒരു യുദ്ധം ഉടൻ ഉണ്ടാകുമെന്ന ഭീതിയിൽ എടുത്ത തീരുമാനമല്ല ഇത്, മറിച്ച് ഭാവിയിൽ ആക്രമണ സാധ്യത കുറയ്ക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അമേരിക്ക ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പുകൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ കരാർ കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നേടുന്നത്. ആണവ കരാറിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ പരിമിതമായ സൈനിക ആക്രമണം ഉണ്ടായേക്കാം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് ഭീഷണിയല്ല, മറിച്ച് സ്വയം രക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള മുന്നറിയിപ്പായിരുന്നു. കഴിഞ്ഞ വർഷം ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടന്ന അമേരിക്കൻ ആക്രമണങ്ങൾ ഈ നീക്കത്തിന്റെ പശ്ചാത്തലമായി കണക്കാക്കപ്പെടുന്നു. അമേരിക്കൻ ആക്രമണങ്ങൾ വലിയ വിജയം നേടിയതായി അവർ അവകാശപ്പെട്ടെങ്കിലും പിന്നീട് പുറത്തു വന്ന ഇന്റലിജൻസ് വിലയിരുത്തലുകൾ ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി തകർക്കില്ലെന്ന് സൂചിപ്പിക്കുന്നു. ഏതാനും മാസങ്ങൾ മാത്രമേ പദ്ധതികൾ പിന്നോട്ട് പോയിട്ടുള്ളൂ എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. നാശനഷ്ടങ്ങളിൽ നിന്ന് വേഗത്തിൽ കരകയറാൻ ഇറാനിന് കഴിഞ്ഞത് അവരുടെ ആഭ്യന്തര സാങ്കേതിക ശേഷിയും സ്വയം പര്യാപ്തതയും തെളിയിച്ച സംഭവമായി മാറി. ഇതിനോടൊപ്പം തന്നെ അമേരിക്കൻ ഉപരോധങ്ങളെ തുറന്ന വെല്ലുവിളിയായി കാണുന്ന മറ്റൊരു നീക്കവും റഷ്യ നടത്തി. അമേരിക്കൻ സാമ്പത്തിക നിയന്ത്രണങ്ങളെ അവഗണിച്ച് റഷ്യൻ എണ്ണ ടാങ്കറുകൾ ക്യൂബയിലേക്ക് അയച്ചു. അമേരിക്കൻ തീരത്തോട് ഇത്രയടുത്ത് അവരുടെ വിലക്കുകളെ അവഗണിക്കാൻ ലോകത്തിന് റഷ്യക്ക് മാത്രമേ ധൈര്യമുള്ളൂ. ഇത് കേവലം ഇന്ധന കൈമാറ്റമല്ല, മറിച്ച് അമേരിക്കൻ അപ്രമാദിത്വത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയാണ്. ഏകദേശം 2 ലക്ഷം ബാരൽ ഇന്ധനവുമായി റഷ്യൻ എണ്ണ ടാങ്കറായ സീഹോഴ്സ് ഹവാന തുറമുഖത്തേക്ക് എത്തുമ്പോൾ അത് ആഗോള സ്വാധീനം കുറയുന്നു എന്നതിന്റെ അടയാളമായി കാണുന്നു. ഇന്ന് ഇറാൻ ലോകത്തോട് നൽകുന്ന സന്ദേശവും വ്യക്തമാണ്. സൈനിക സമ്മർദ്ദം വഴി രാഷ്ട്രീയ മാറ്റങ്ങൾ നിർബന്ധിപ്പിക്കാൻ ഇനി കഴിയില്ല. ശക്തമായ പ്രതിരോധശേഷി ഉണ്ടെങ്കിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആക്രമണകാരികൾ 2 തവണ ചിന്തിക്കേണ്ടി വരും. ചരിത്രപരമായി നോക്കുമ്പോൾ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള രാജ്യങ്ങൾക്കെതിരെ നേരിട്ടുള്ള ആക്രമണങ്ങൾ കുറയുന്ന പ്രവണതയാണ് കാണപ്പെട്ടിട്ടുള്ളത്. അതിനാൽ ഇറാന്റെ ഈ നീക്കം യുദ്ധം ക്ഷണിക്കുന്നതല്ല, മറിച്ച് യുദ്ധം ഒഴിവാക്കാനുള്ള സുരക്ഷാ മതിൽ പണിയലാണ്. ചൈന, റഷ്യ തുടങ്ങിയ ശക്തികളുമായി സഹകരണം വർദ്ധിപ്പിച്ച് ഏകധ്രുവ ലോകക്രമത്തിൽ നിന്ന് ബഹുധ്രുവ ശക്തി സമവാക്യത്തിലേക്ക് ലോകം നീങ്ങുന്നുവെന്ന സൂചനയാണ് ഈ കരാർ നൽകുന്നത്. അമേരിക്കയുടെ സാമ്പത്തികവും സൈനികവുമായ സമ്മർദ്ദ നയങ്ങൾ ഇനി എല്ലാ രാജ്യങ്ങളെയും നിയന്ത്രിക്കാൻ മതിയാകില്ലെന്ന പുതിയ യാഥാർത്ഥ്യമാണ് ഇതിലൂടെ ഉയർന്നു വരുന്നത്. അവസാനമായി നോക്കുമ്പോൾ ഇറാൻ റഷ്യ പ്രതിരോധ കരാർ ഒരു സൈനിക ഇടപാട് മാത്രമല്ല, മാറുന്ന ലോകക്രമത്തിന്റെ പ്രഖ്യാപനമാണ്. ഉപരോധങ്ങളും ഭീഷണികളും ഉപയോഗിച്ച് ഒരു രാജ്യത്തെ വഴിമാറ്റാം എന്ന പഴയ രാഷ്ട്രീയ മാതൃക ഇനി പ്രവർത്തിക്കില്ലെന്ന സന്ദേശമാണ് ടെഹ്റാൻ ലോകത്തോട് നൽകുന്നത്. സ്വന്തം സുരക്ഷ സ്വയം നിർവചിക്കുന്ന ഒരു പുതിയ ഇറാൻ ഉയർന്നു വരികയാണെന്നും അടുത്ത വർഷങ്ങളിൽ മധ്യപൂർവേഷ്യയിലെ ശക്തി സമവാക്യം തന്നെ നിർവചിക്കപ്പെടുകയാണെന്നും ഈ കരാർ സൂചിപ്പിക്കുന്നു. ഇന്ത്യ റഷ്യ പ്രതിരോധ കരാർ പശ്ചിമേഷ്യയിലെ, പ്രത്യേകിച്ചും ഇസ്രായേൽ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുടെ സുരക്ഷാ സമവാക്യങ്ങളെ അടിമുടി മാറ്റാൻ പോകുന്ന ഒന്നുകൂടിയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആകാശ പരിധി കൂടുതൽ സുരക്ഷിതമാകുന്നത് അവരുടെ സൈനിക നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. പ്രധാന സ്വാധീനങ്ങളും ഇവയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ ഇനി അത്ര എളുപ്പമാകില്ല. വെർബ പോലുള്ള അത്യാധുനിക മിസൈലുകൾ എത്തുന്നതോടെ ഇസ്രായേലിന്റെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും നേരെ വലിയ ഭീഷണി ഉയരും. ഇത് ഇസ്രായേലിന്റെ ശേഷിയെ ദുർബലപ്പെടുത്തിയേക്കാം. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ അയൽ രാജ്യങ്ങൾ ഈ നീക്കത്തെ ആശങ്കയോടെയാണ് കാണുന്നത്. ഇറാൻ സൈനികമായി കരുത്താർജിക്കുന്നത് തടയാൻ ഈ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ ആധുനിക ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ നിർബന്ധിതരാകും. ഇത് മേഖലയിൽ പുതിയൊരു ആയുധ മത്സരത്തിന് വഴിവെക്കും. സൈനികമായി ഇറാനെ തളയ്ക്കാൻ കഴിയില്ലെന്ന ബോധ്യമാകുന്നതോടെ അയൽ രാജ്യങ്ങൾ ഇറാനുമായി
ഇറാനുമായി കൂടുതൽ നയതന്ത്ര ചർച്ചകൾക്കും അനുരഞ്ജനത്തിനും തയ്യാറായേക്കാം. ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദിയും തമ്മിലുണ്ടായ ബന്ധം ഇതിന്റെ സൂചനയാണ്. ചുരുക്കത്തിൽ, പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക മേധാവിത്വത്തിനുമേൽ റഷ്യൻ സാങ്കേതികവിദ്യ വിള്ളൽ വീഴ്ത്തുമ്പോൾ അത് മേഖലയിലെ എല്ലാ രാജ്യങ്ങളെയും തങ്ങളുടെ സുരക്ഷാ നയങ്ങൾ പുനർചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും.